ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കരിക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കരിക്കിൻ വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി ക്രീമോ ഫ്രഷ് ക്രീം ആയാലും എടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡാണ്. അതുപോലെ അല്പം ഇളനീര് തന്നെ, കരിക്ക് തന്നെ ചെറുതായി പീസസ് ആക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച കരിക്കിൻ്റെ പേസ്റ്റും. ഇനി ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് ഫുള്ളില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ ഇത് കൂടെ ചേർത്ത് നമുക്ക് 1 മിനിറ്റ് കൂടെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇളനീർ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ആദ്യം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഒരു 1/2 സെക്കൻഡോളം, 1 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. എല്ലാവിടെയും നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളനീർ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിച്ച് അടിക്കണ്ട. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനായി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലിംഗ് പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വയ്ക്കാം. അടച്ച ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെച്ച് ഏകദേശം 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് എടുക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.